ജയില് യോഗം. ആ, മഹാത്മാഗാന്ധി വരെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. അച്ഛൻ സങ്കടപ്പെടണ്ട, ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. എന്റെ സങ്കടം ഞാൻ ചെയ്യാത്ത തെറ്റിന്റെ പേര് കിടന്നു എന്നുള്ളതാ. ആ, വലിയ വലിയ ആളുകൾക്ക് നിയമത്തെ എങ്ങനെ വേണേലും വളച്ചൊടിക്കാമല്ലോ. ഏയ്, അങ്ങനൊന്നും ഇല്ലച്ചാ. ഒരല്പം വൈകിയാലും സത്യമേ ജയിക്കൂ. അതുവരെ നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കണം, അത്രമാത്രം. പോലീസ് അട്രോസിറ്റിക്കെതിരെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അച്ഛനും ദേവികയും എനിക്ക് ഒപ്പിട്ട് തന്നാൽ മതി. എന്തിനാ മോനെ? നടേശനുള്ള മറുപടി ഞാനും എൻ്റെ മോളോട് കൊടുത്തോളാം. മോൻ കാറ് നിർത്തിക്ക്. എന്താ അച്ഛാ? ഞാനിവിടെ ഇറങ്ങിക്കോളാം. അതെന്താ അച്ഛാ? ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട മോനെ. അതെന്താ? മോനവിടെ വരുമ്പോ അമ്മയും പാർവതിയൊക്കെ എന്തെങ്കിലും കുത്തുവാക്കുകൾ പറയും. അച്ഛനത് സഹിക്കത്തില്ല. എനിക്ക് വേണ്ടി ആരുടെയും മുമ്പില് എൻ്റെ മോൻ ചെറുതാകണ്ട. അച്ഛാ, എന്നാലും ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു പൊക്കോളാം. അച്ഛാ, പൈസ വേണ്ടേ? ദേവികമ്മള് കൊടുത്തോളൂ മോനെ. എന്റെ സുതിമ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി. കാറ്റിൽ കൊഴിയും തീരം ധീരയും